5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരു ദിവസം, ഒരു നിമിഷം, ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അമേരിക്ക ഇങ്ങനെ ഇറാനിൽ വന്ന് ബിഗ് 2 ബോംബർ ഉപയോഗിച്ച് 3 കേന്ദ്രങ്ങൾ ഫോർദേക്കും നദൻസും ഇസ്ഫഹാലും അങ്ങ് തകർത്തിട്ട് പോയതല്ല. നിരവധി വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളുണ്ട്. അത് പരസ്യമായും രഹസ്യമായുമുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള പരസ്യമായും രഹസ്യമായ ചർച്ചകളുടെയും കൂടിയിരിപ്പുകളുടെയും ഒക്കെ ഫലമായിട്ടാണ് അമേരിക്ക ഇത് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ട്രംപ് ഇന്നലെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഒന്നുകിൽ ഇറാൻ ഇല്ലാതാവും, അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് പോകണം. ശക്തിയും സമാധാനവും കൂടി ഒന്നിച്ച് പോകില്ല. ബലപ്രയോഗവും സമാധാനവും കൂടി ഒന്നിച്ച് പോകില്ല. ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങളെ ഇന്നലെ തകർത്തു അമേരിക്കൻ ബിഗ് 2 ബോംബർ പോയിട്ട്. പക്ഷെ പ്രശ്നം അവിടെ അതല്ല. ഇത് ചെയ്തിട്ട് 20ഓളം ലോകരാഷ്ട്രീയം, ഇപ്പോൾ ഹിസ്ബുള്ളക്കാർ മാത്രമാണ് വർത്തമാനം പറഞ്ഞത്. 20ഓളം രാജ്യങ്ങളാണ് നേരത്തെ, തുർക്കി ഉൾപ്പെടെയുള്ള 20ഓളം രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ചൈന സപ്പോർട്ട് ചെയ്തു, റഷ്യ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവരൊന്നും ഇന്നലെ സീരിയസ് ആയിട്ട് രംഗത്ത് വന്നില്ല. കാരണം വലിയേട്ടൻ ഇറങ്ങിയാൽ, അമേരിക്ക ഇറങ്ങിയാൽ അത് പലതും സംഭവിക്കും. പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറയുന്ന ആൾ അങ്ങനെ പറഞ്ഞു പോകുന്ന ആളല്ല, അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളാണ്. പ്രാക്ടിക്കലായി ഒരുപാട് കാര്യങ്ങൾ പ്രായോഗികമായി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറാനെ തകർത്തിരിക്കും നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞിൽ മാറിയില്ലെങ്കിൽ. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം എക്സിലും അതുപോലെ ട്വിറ്ററിലും ഒക്കെ വന്ന് അദ്ദേഹം പറഞ്ഞു, അമേരിക്കയ്ക്ക് മാത്രമേ ഇത് കഴിയുകയുള്ളൂ, ലോകത്ത് ഒരു രാജ്യത്തിനും ഇത് കഴിയുകയില്ല, വേറെ ഒരു രാജ്യത്തിനും ഇത് കഴിയുകയില്ല. അമേരിക്ക നിങ്ങളത് ചെയ്തു, നിങ്ങൾ ചെയ്തത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി പാകിസ്ഥാൻ സേനാനായകൻ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ ഇസ്രായേലുകാരും പറയുമോ, ഇനി അവരും കൂടെ റെക്കമെൻഡ് ചെയ്യുമോ ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് അറിയില്ല. എന്തായാലും ലിബറൽക്കാർക്ക് മാത്രമേ നോബൽ സമ്മാനം കൊടുക്കുകയുള്ളൂ. എനിക്ക് എന്നെപ്പോലെയുള്ള വളരെ ബോൾഡായ തീരുമാനമെടുക്കുന്ന ആളുകൾക്കൊന്നും നോബൽ സമ്മാനം തരികയില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ട്രംപ് ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് വേറെ വിഷയം. എന്തായാലും ഇറാൻ്റെ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് റേഡിയേഷനൊന്നും ഉണ്ടായിട്ടില്ല, ഇത്രയും വലിയ ആണവ പരിപാടി ഉണ്ടായെങ്കിലും നാശമുണ്ടായെങ്കിലും ഞങ്ങൾക്ക് റേഡിയേഷനൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഇറാനിലെ ഒരു സ്റ്റേഷൻ, അത് റഷ്യ വലിയ തോതിൽ ഉള്ള ഒരു സ്റ്റേഷനിൽ വലിയ പരുക്കും ഉണ്ടായിട്ടില്ല എന്നും അറിയുന്നു. എന്നാൽ വേറൊരു രസകരമായ കാര്യം, ഇസ്രായേലും ഇറാനും കൂടി യുദ്ധം നടന്നപ്പോൾ പെട്ടെന്ന് അമേരിക്ക പോയി ഇട്ടിട്ട് വന്നതല്ലല്ലോ. ഇസ്രായേൽ സൈന്യത്തിൻ്റെയും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെയും വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. അവരുടെ യോജിച്ചുള്ള ആക്ഷൻ പ്ലാനാണ്, ഓപ്പറേഷനാണെന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. എന്തായാലും അമേരിക്ക ഇറങ്ങി അടിച്ചിരിക്കുകയാണ്. സാധാരണ അമേരിക്ക അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആണവായുധം ഇറാൻ ഉണ്ടെങ്കിൽ 60% യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് 90% പോയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസികളും അമേരിക്കയും സംശയിക്കുന്നത്. ഇസ്രായേൽ സീരിയസ് ആയിട്ട് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ ഇസ്രായേലിന് മാത്രമല്ല നിരവധി രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് കൂടി മനസ്സിലാക്കി അമേരിക്കയ്ക്ക് സൈനിക താവളമുള്ള, ഇറാൻ്റെ അടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളിൽ സൈനിക താവളമുള്ള അമേരിക്ക അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് കൃത്യമായി ഓൺ ദ സ്പോട്ട് അടിക്കും പോലെ കൃത്യമായി ടാർഗറ്റഡായി ഇറാനെ അടിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധത്തിൻ്റെ കളം മാറുകയാണ്. ഇന്നലെ വരെ സോവിയറ്റ് റഷ്യയും തുർക്കിയും ചൈനയും എല്ലാം ഇറാന് വേണ്ടി പറയുകയും മറ്റ് കുറേ രാജ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തിടത്തുനിന്ന് മാറി വളരെ കൃത്യമായി അമേരിക്ക കളത്തിലിറങ്ങി നിൽക്കുകയാണ്, ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയും, ഈ ശാക്തിക ചേരികൾ എങ്ങോട്ട് തിരിയും എന്നുള്ളതാണ് ലോകം കൗതുകത്തോടെ കാണാനിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ട്രംപ് ഒരു കാര്യം പറഞ്ഞാൽ അത് ട്രംപ് നടപ്പിലാക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇറാനോട് പറഞ്ഞിരിക്കുന്നത്, ഒന്നുകിൽ കീഴടങ്ങുക, സമാധാനത്തിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് കാണില്ല. സദ്ദാം ഹുസൈനെ കൊന്നൊരു ചരിത്രവുമുണ്ട് ഇവിടെ, നമുക്കറിയാം. അയത്തുള്ള അലി ഹമേനിയെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹം 2 കൈയും സ്വാധീനമുള്ള ആളല്ല, അദ്ദേഹത്തിന് ഒറ്റ കൈക്കാണ് സ്വാധീനമുള്ളത്. ഒരു കൈയുടെ സ്വാധീനം വെച്ച് പോലും കഴിഞ്ഞ 30-40 വർഷമായി ഇറാനെ വലിയ ശക്തിയായി നിലനിർത്താൻ
ആണവ പരീക്ഷണം നടത്താൻ അന്താരാഷ്ട്ര ആണവ ഏജൻസികളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ട്രംപിനെ പോലെയുള്ളവരെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അമേരിക്കയിൽ തിരിച്ചടിച്ചിരിക്കും, ട്രംപെ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞും തീർച്ചയായും ഈ രീതിയിൽ നീങ്ങുന്ന ഖമേനിയെ കൊന്നുകളയുമോ എന്നുള്ളതും ലോകം കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. ഇറാൻ്റെ ആയുസിന് എത്ര കാലം? കാരണം അമേരിക്ക രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, റഷ്യയും ചൈനയും അടക്കമുള്ള, കാരണം ഇവരുടെ കയ്യിലെല്ലാം നല്ല ആണവ ആയുധങ്ങളൊക്കെ വലിയ ആയുധങ്ങളുള്ളവരാണ്. ഇവർ ഇറാൻ്റെ പിന്നിൽ അണിനിരന്നാൽ അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്താൽ ഇസ്രായേലിൻ്റെ ആയുസ് എത്ര കാലം എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കൂട്ടരും സമാധാനത്തിൽ വന്നാൽ അതായിരിക്കും ലോകം ആഗ്രഹിക്കുന്ന വലിയ പ്രതീക്ഷ.